എസ് എ ഓപ്ഷണൽ ഒന്ന് ഡയഗ്രാം. എസ് എന്ന് പറയുന്നതിൽ എവിടെയാണ് ഡയഗ്രാം? എസ് എ ഇസ് എ ടെക്നിക് വിച്ച് വി യൂസ് ദി ഫ്ലോ ഓഫ് വേർഡ്സ് ഓർ കൺസെപ്റ്റ് അല്ലെ. അതിലൊന്നും ഡയഗ്രാം ഉപയോഗിക്കില്ല. ഓരോന്നിനും ഓരോ രീതി. ഓപ്ഷണലിന് നമ്മൾ കുറച്ചും കൂടി എക്സ്പ്ലനേറ്ററി മോഡലാണ് ഉപയോഗിക്കുക, അല്ലാതെ GS പോലെ. അപ്പൊ ഓരോന്നിനും ഓരോ രീതിയാണ്. അത് നമ്മൾ എവിടെ പഠിക്കും? ആൻസർ റൈറ്റിംഗ് സെഷൻ ഒക്കെ ആവുമ്പോൾ നമ്മൾ പഠിക്കും. അല്ലാതെ ദർ ഈസ് നോ വൺ സൈസ് ഫിറ്റ് ഓൾ അപ്രോച്ച് ഫോർ എവറി പേപ്പർ. ഓരോ പേപ്പറിനും ഓരോ രീതിയാണ്. ഓപ്ഷനിന് വേറെ രീതിയാണ്, എത്തിക്സിന് വേറെ രീതിയാണ്, എസ്എക്ക് വേറെ രീതിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അത് നമ്മൾ ഓവർ ദി പീരീഡ് ലേൺ ചെയ്യും. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 തന്നെ നമുക്ക് മിസ്റ്റേക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. 18 മിസ്റ്റേക്ക് എന്തായിരുന്നു? ഒരു അക്ഷരം പഠിക്കാതെ പോയി ഒരു അറ്റംപ്റ്റ് കൊടുത്തു. UPSC സിവിൽ സർവീസ് എക്സാമിന് അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ തോന്നും 6 അറ്റംപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ OBCക്ക് 9 അറ്റംപ്റ്റ് ഇല്ലേന്ന്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം? 6ാമത്തെ അറ്റംപ്റ്റ് കൊടുത്ത് ക്ലിയർ ആവാത്ത ആളോട് ചോദിച്ചറിയും ഒരു അറ്റംപ്റ്റിന്റെ വില എന്താണ്. മേ ബി അയാൾ ചിലപ്പോൾ അടുത്ത അറ്റംപ്റ്റിൽ പാസ് ആവേണ്ട ആളായിരിക്കും. സോ നെവർ എവർ ലൂസ് യുവർ അറ്റംപ്റ്റ്. അപ്പൊ ഇതിനർത്ഥം വേറൊരു കാര്യം കൂടി ഉണ്ട്. എല്ലാം പഠിച്ചിട്ട് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഇൻഡെപ്ത് നോളജ് ഉണ്ടാക്കി നിങ്ങൾക്ക് പറ്റില്ല. അപ്പൊ എന്താണ്? ഒരു ആഡക്വേറ്റ് അല്ലെങ്കിൽ ഒരു ബെയർ മിനിമം പ്രിപ്പയർ ചെയ്യണം എപ്പോഴും. അതിനുശേഷം മാത്രം. ഒരു അക്ഷരം പഠിക്കാതെ എഴുതാൻ പാടില്ല. അതുപോലെ എല്ലാം പഠിച്ചിട്ട് ഇതൊരു കാലത്ത് എഴുതാനും പറ്റില്ല. ഇത്രയധികം കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. എല്ലാ സബ്ജക്റ്റും എല്ലാത്തിലും നിങ്ങൾക്ക് ഇൻഡെപ്ത് നോളജ് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു സഫീഷ്യന്റ് ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം എക്സാം എഴുതാം. ആ സഫീഷ്യന്റ് ക്വാണ്ടിറ്റി നിങ്ങൾ റെഗുലർ ആയിട്ട് പഠിച്ചായിക്കോളും. മനസ്സിലായോ? റെഗുലർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോയാൽ തന്നെ അതായിക്കോളും. ഫസ്റ്റ് മിസ്റ്റേക്ക് ക്ലിയർ അല്ലേ? 2020 എന്റെ ബാക്ക്ഗ്രൗണ്ട് MSc ഫിസിക്സ് ആയിരുന്നു. ഞാൻ ക്ലാസ് എടുത്തിരുന്നത് എഞ്ചിനീയറിംഗ്, മെഡിസിന്റെ ഒക്കെ എൻട്രൻസിനൊക്കെയാണ് ക്ലാസ് എടുത്തിരുന്നത്. മൈ മാത്തമാറ്റിക്സ് വാസ് എക്സെപ്ഷണലി ഗുഡ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഫിസിക്സ് ആണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്കിലും നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് പേപ്പർ ഉണ്ടാവും. സ്ഥിരം എനിക്ക് അതിൽ ഫുള്ള് കിട്ടാറുണ്ട്. ഞാൻ പലപ്പോഴും പെട്ടെന്ന് തീർക്കാറുണ്ട്. പക്ഷെ ഞാൻ ബാക്കി സബ്ജക്റ്റിൽ അത്ര അടിപൊളിയാന്നല്ല പറയുന്നത്. ഇതിന്റെ പ്രശ്നം ഞാൻ എവിടെ അനുഭവിച്ചതെന്ന് അറിയോ? അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ മാത്സ് ഒക്കെ വളരെ അടിപൊളിയാന്ന് വിചാരിച്ച് CSAT ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. പക്ഷെ CSATന്റെ പ്രത്യേകത എന്താ? ടൈം തന്നാൽ ഞാൻ എല്ലാ ചോദ്യം ചെയ്യും. പക്ഷെ 2 മണിക്കൂറിന്റെ ഉള്ളില് നമുക്ക് എന്തൊരു 30-40 ചോദ്യം ചെയ്യാന്ന് പറയുമ്പോ ഞാൻ റിവൈസ് ചെയ്യാത്തത് കൊണ്ട്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു ചോദ്യം വന്നു. ഇൻട്രസ്റ്റ് റേറ്റിന് എന്ത് ഉപയോഗിച്ചാൽ മതി? അതിന്റെ ഫോർമുല ഉപയോഗിച്ചാൽ പോരെ? ഫോർമുല ഞാൻ പഠിക്കാതെ പോയാൽ അവിടെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്താലും അതിന്റെ ഉത്തരം കിട്ടും എനിക്ക്? ഇല്ല. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചവർക്ക് അറിയാം. പ്രോബബിലിറ്റിക്ക് കൃത്യമായിട്ട് ഇക്വേഷൻ ഉണ്ട്. അത് പഠിക്കാതെ ഞാൻ പോയാൽ എനിക്ക് എത്ര മാത്തമാറ്റിക്സ് നന്നായാലും എനിക്ക് അതിന്റെ ഉത്തരം എഴുതാൻ പറ്റില്ല. അങ്ങനെ എന്തുണ്ടായി? 2020 GS ഫസ്റ്റ് പേപ്പർ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. CSAT ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പോയില്ല ബിക്കോസ് ഓഫ് മൈ ഓവർ കോൺഫിഡൻസ്. കാരണം മാത്തമാറ്റിക്സ് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് CSAT പാസ്സാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് പ്രാക്ടീസ് ചെയ്തില്ല? മാത്സ് എന്റെ നല്ലതല്ലേ, റീഡിങ് കോംപ്രിഹെൻഷൻ ഒന്നും വായിക്കേണ്ട, അല്ലാതെ തന്നെ ഞാൻ ജയിച്ചോളൂ എന്ന് വിചാരിച്ചു. പാസ്സായില്ല. 21 CSAT കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. GSM പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. തരക്കേടില്ലാത്ത മാർക്ക് കിട്ടി. പക്ഷെ കട്ട് ഓഫിന്റെ അടുത്ത് ഞാൻ എത്തിയില്ല. ഓക്കെ ആണോ? 2022 വരുമ്പോ ഈ ഒരു ജേണിയിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു? പ്രിലിംസ് എപ്പോ പാസ്സായാലും മെയിൻസും ഇന്റർവ്യൂവും പാസ്സായി റാങ്ക് ലിസ്റ്റിൽ കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മെയിൻസിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 2022 അറ്റംപ്റ്റിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിൽ പ്രിലിമിനറിയുടെ സബ്ജക്റ്റുകളൊക്കെ റിവൈസ് ചെയ്തു. CSAT ഞാൻ മാത്തമാറ്റിക്സ് ആണ് എന്റെ സ്ട്രോങ്, എന്നാലും ഞാൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ പോലെയുള്ള നോൺ മാത്തമാറ്റിക്സ് സെക്ഷനെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. രണ്ടും പരീക്ഷയ്ക്ക് അറ്റംപ്റ്റ് ചെയ്തു. അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. ഈ വർഷം ഞാൻ ഇതുവരെ കൊടുത്ത അറ്റംപ്റ്റിലെ ഏറ്റവും നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ പ്രിലിംസിനാണ്. കാരണം എനിക്ക് ഇനി എഴുതാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പൊ ഞാനിപ്പോ ആൻസർ കീ നോക്കിയപ്പോഴും ഇതുവരെ മേടിച്ചതിൽ എനിക്ക് ഏറ്റവും നല്ല മാർക്കും ഫസ്റ്റ് പേപ്പറിലുണ്ട്. CSAT ഞാൻ 80-ൽ ഒരു 50 ചോദ്യത്തോളം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് തോറ്റു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാനിത് ക്ലിയർ ആവുമെന്ന് വിചാരിച്ച് മെയിൻ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ടെസ്റ്റ് ഒക്കെ പോയി ഇരുന്ന് എഴുതി വന്നപ്പോഴാണ് ഇത് പൊട്ടിയത് ഞാൻ അറിയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ കുറച്ച് അൺനോൺ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഇതുവരെ പരീക്ഷ എഴുതിയതിൽ പ്രിലിംസിന്റെ ആൻസർ കീ നോക്കിയാൽ എനിക്ക് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് വന്നിട്ടുള്ളത് ഇത്തവണയാണ്.
എന്ന് വെച്ചാൽ എന്തായാലും ക്ലിയർ ആവുന്ന ഉറപ്പിച്ചു വെച്ചിരുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ക്ലിയർ ആയില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് എപ്പോഴേ അറിയുള്ളൂ. ഈ വർഷം അവസാനം റിസൾട്ട് വരുന്ന സമയത്താണ് നമ്മുടെ പ്രിലിമിനറിയുടെ സ്കോർ അറിയാൻ പറ്റുള്ളൂ. ഇതാണ് ഒരു ജനറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു എക്സാമിന് വരുമ്പോൾ യു ഷുഡ് അൺലേൺ ഓൾറെഡി വാട്ട് യു ആർ. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കിടിലനാവും, വളരെ അടിപൊളിയായിരിക്കും, അതൊന്നും UPSC കാര്യമില്ല. മനസ്സിലായോ? യു ഷുഡ് അൺലേൺ ആൻഡ് യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദി വെരി ബേസിക്. നിങ്ങൾക്ക് ഇൻഡെപ്ത് നോളജ് ഉള്ളത് നിങ്ങൾ ഡിഗ്രി ചെയ്ത സബ്ജക്റ്റിലായിരിക്കും. അത് ചിലപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഒരു സ്റ്റേജിൽ ആവശ്യം ഉണ്ടാവില്ല. മേ ബി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലായിരിക്കും ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെയും ഒരുപാട് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനില്ലേ? മനസ്സിലാവുന്നുണ്ടോ? പിന്നെയും ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഓൾറെഡി എന്താണോ ജസ്റ്റ് ലീവ് ഇറ്റ്. എല്ലാവരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ നല്ല അടിപൊളിയാണ്, നിങ്ങൾക്ക് എല്ലാം പറ്റും, അങ്ങനെ പല പല കോൺഫിഡൻസ് എന്ന നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഓൾറെഡി ഹൈ എന്നുള്ള ചിന്താഗതിയിൽ ഉണ്ടാവും. അതിൽ നിന്ന് ആദ്യം താഴേക്ക് വാ, അല്ലെങ്കിൽ UPSC നിങ്ങളെ താഴെ കൊണ്ടുവരും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, IIT പഠിച്ചോട്ടെ, NIT പഠിച്ചോട്ടെ, എവിടെ വേണമെങ്കിലും പഠിച്ചോട്ടെ, ഇതിലെല്ലാത്തിലും പഠിച്ച ആൾക്കാരും തുടർച്ചയായിട്ട് തോൽക്കുന്നുണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരുടെ ഒരു പീക്കാണ് IIT-യിലുള്ള പ്രിപ്പറേഷൻ അല്ലെ. അതിൽ കിട്ടിയ ആളുകൾ ഒരുപാട് തവണ തോറ്റിട്ട് തന്നെയാണ് ഈ പരീക്ഷ എഴുതുന്നത്. അപ്പൊ UPSC നിങ്ങൾ എവിടെയാണോ താഴെ കൊണ്ടുവരും. പക്ഷെ നിങ്ങൾ ഓൾറെഡി താഴേന്ന് സ്റ്റാർട്ട് ചെയ്താൽ UPSC കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോവാം. എന്താണോ ജസ്റ്റ് ലീവ് ഇറ്റ്. ഫൗണ്ടേഷൻ തൊട്ട് അല്ലെങ്കിൽ ബേസിക് തൊട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എന്താണ് എവിടെയാണോ ടോപ്പായ ദാറ്റ് ഡസൻ മാറ്റർ. UPSC-ക്ക് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ആവശ്യമില്ല. UPSC ഓൺലി നീഡ്സ് ജനറലിസ്റ്റ്. UPSC ഓൺലി നീഡ്സ് ജനറലിസ്റ്റ്. എല്ലാത്തിനെയും കുറിച്ച് എന്തേലൊക്കെ ചെയ്യാൻ അറിയാവുന്ന, ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോയാലും ഏത് മിനിസ്ട്രിയിൽ പോയാലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി, എ പേഴ്സൺ അല്ലേ? അങ്ങനെയുള്ള ഒരാളെയാണ് ആവശ്യം. ക്ലിയർ അല്ലേ? അല്ലാതെ പേടിച്ച് വന്ന് ഇരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. എൻജോയ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രിപ്പറേഷനാണ്. നമ്മൾ ഡിഗ്രി സബ്ജക്റ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു സബ്ജക്ട് ബോറടിച്ച് അടുത്തത് വായിക്കാം, അത് ബോറടിച്ച് അടുത്തത് വായിക്കാം, അത് ബോറടിച്ച് അടുത്തത് വായിക്കാം. യു ഹാവ് പ്ലെന്റി ഓഫ് ഓപ്ഷൻസ്. ശരിയല്ലേ? ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ട്, നിങ്ങൾക്ക് ബോറടിക്കാതെ പഠിക്കാം. യുവർ ഔട്ട്ലുക്ക് വിൽ ചേഞ്ച് ഓവർ ദി പീരിയഡ് ഓഫ് ടൈം. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്, റെഗുലർലി ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. ലോകത്തിന്റെ എവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും യു ആർ അപ്ഡേറ്റഡ് കമ്പയർഡ് ടു യുവർ പിയർ ഗ്രൂപ്പ്. നിങ്ങൾക്ക് അത് എപ്പോൾ മനസ്സിലാവും? പിന്നീട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പരിപാടിക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന രീതി കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒപ്പമുള്ള ആളുകൾക്ക് മനസ്സിലാവും, നീയൊക്കെ ഇപ്പൊ വലിയ സംഭവമായല്ലോ. യു വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ് പൊസിഷൻ. ഓക്കെ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ. നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറും, ഐഡിയോളജിക്കൽ പ്രോസസ്സ് മാറും. ഐ തിങ്ക് ഈവൻ നമ്മളിത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ തന്നെ UPSC പ്രിപ്പറേഷൻ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു റിഫോം യുവർ സെൽഫ് ആൻഡ് ബീയിങ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. നമ്മുടെ ചുറ്റുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇത്തവണയൊക്കെ? ഈ വോട്ട് ചെയ്ത് പാസ്സാക്കി വിടുമ്പോൾ ഇവരൊക്കെ എന്തൊട്ട് ചെയ്യണമെന്ന് എന്തെങ്കിലും അറിയോ? എനിക്കൊരു MP MLA തമ്മിലുള്ള വ്യത്യാസം എനിക്ക് അറിയണ്ടായിരുന്നില്ല വെൻ ഐ ബിഗാൻ സ്റ്റഡി. മനസ്സിലായോ? കാരണം ഞാൻ സ്റ്റേറ്റ് സിലബസിലെ പഠിച്ചിട്ടുള്ള. CBSE കുട്ടികൾക്ക് അത്ര പ്രശ്നമില്ല. ദേ ഹാവ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് 1, 2. 10ാം ക്ലാസ് ആവണതിന്റെ ഉള്ളിൽ അവർ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്, പോളിറ്റി പഠിച്ചിട്ടുണ്ട്. ഇതാർക്കോ വേണ്ടി ആരോ ഉണ്ടാക്കിയ സ്റ്റേറ്റ് സിലബസ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒരു കുന്തും ഉണ്ടായിരുന്നില്ല. ആകെ അതിൽ പോളിറ്റി എന്ന് പറയുന്നത് എന്താ? പാഠപുസ്തകത്തിന്റെ തുടക്കത്തിൽ പ്രിയാമ്പിൾ ഉണ്ട്, ആമുഖം, കോൺസ്റ്റിറ്റ്യൂഷന്റെ. അത് നമ്മൾ വായിക്കൂ? എവിടെ നിന്ന്? ഒന്നും അറിയില്ല. എലക്ഷനിൽ പോയി പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഈ MLA MP ഇവരൊക്കെ എന്താ ചെയ്യുന്നത് ഇതിന്റെ ഫുൾ ഫോം പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഓർ ടു ബി വെൽ ഇൻഫോംഡ്, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. അപ്പൊ പ്രോസസ് എൻജോയ് ചെയ്യുക. സർവീസ് കിട്ടോ കിട്ടില്ല എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും കിട്ടുന്ന ഒരു ജോലി അല്ല എന്ന് ഇത് മനസ്സിലാക്കുക. പോയിന്റ് നമ്പർ 1. ഇത് കിട്ടിയില്ലെങ്കിൽ അതിനപ്പുറത്തൊരു ലോകമില്ല എന്നുള്ളത് ഏറ്റവും വലിയ അബദ്ധധാരണയാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനാണെന്നുള്ളതും ഇറ്റ്സ് ആൾസോ എ മിത്ത്. ഇത് അത്ര എളുപ്പമുള്ള ഒരു ജോലിയാണോ? ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഫ്ലെക്സിബിലിറ്റിയിൽ ചെയ്യാനുള്ള ഒരു ജോലിയാണോ? ഡെഫിനറ്റ്ലി നോട്ട്. ഇപ്പൊ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ല IPS, ഞാൻ കേരളത്തിലല്ല. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒഡീഷ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാ.
അപ്പൊ നിങ്ങളെല്ലാരും ജോലിയും കിട്ടി നാട്ടിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ഇറങ്ങിയതാവും. ആദ്യമേ മനസ്സിലാക്കുക, ഈ വർഷം കേരളത്തിൽ നിന്ന് മിനിമം ഒരു 7-8 IAS ഒറ്റ ഒരാൾക്ക് മാത്രമാണ് ഇൻസൈഡർ വേക്കൻസി അല്ലെങ്കിൽ കേരളത്തിലുള്ളൂ. സിദ്ധാർത്ഥിന് മാത്രമാണ് മോസ്റ്റ്ലി കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും പല പല സംസ്ഥാനങ്ങളിൽ പോകേണ്ടി വരും. ഏത് 23-24 വയസ്സ് പ്രായത്തിൽ ഏതേലൊക്കെ സംസ്ഥാനത്ത് എവിടെയെങ്കിലൊക്കെ പോയി ജോലി ചെയ്യേണ്ടി വരും. അപ്പൊ നാട്ടിൽ തന്നെ കിട്ടുന്നുള്ളതൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ്. കമ്പാരിറ്റീവ് ഇൻ നോർത്ത് ഇന്ത്യ സ്റ്റേറ്റ് ഒഡീഷ ഇസ് ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശുള്ള സ്റ്റേറ്റ് ഒന്നല്ല. എന്നെ പോലെ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്യാൻ നല്ലൊരു സ്റ്റേറ്റ് ആണ് ഈ ഒഡീഷ എന്ന് പറയുന്നത്. ചിലപ്പോൾ നോർത്ത് ഈസ്റ്റ് കിട്ടാം, അരുണാചൽ പ്രദേശ് കിട്ടാം, മണിപ്പൂർ കിട്ടാം. എവിടെ പോയാലും ജീവിക്കണം, വർക്ക് ചെയ്യണം. ആ ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് വേണം. അപ്പൊ നമ്മളിൽ ഹാപ്പി ആയിരിക്കോ? എനിക്ക് IAS വേണ്ട, IPS കിട്ടി, ഇനി വർക്ക് ചെയ്യില്ല, IPS ഗുഡ് എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകണം. കേരളം കിട്ടിയില്ല, ഒഡീഷ കിട്ടി, ദാറ്റ്സ് ഫൈൻ. ഒഡീഷയിൽ വർക്ക് ചെയ്യാം, ഒഡീഷ മക്കൾക്ക് എന്നെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് മുന്നോട്ട് പോവാം. അത്തരത്തിൽ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. ഒരിക്കലും ലൈഫില് അല്ലെങ്കിൽ പല ആൾക്കാരും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത് IAS അല്ലെങ്കിൽ IPS എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി, അല്ലെങ്കിൽ IFS എന്ന് പറഞ്ഞ് ഇറങ്ങി. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പിന്നെ ജീവിതം ഇല്ലേ? നിങ്ങൾ ഒരു 27-28 വയസ്സിൽ ഈ IAS കിട്ടി, പിന്നെന്താണ് ലൈഫിന് ഒരു പർപ്പസ് ഉള്ളത്? ആഫ്റ്റർ ദാറ്റ് പോയിന്റ് ഇറ്റ്സ് എ ജോബ്. മനസ്സിലായോ? ഇതല്ലെങ്കിൽ വേറൊരു ജോബ്, അല്ലെങ്കിൽ ഈ ഒരു ജോബ്. റിയാലിറ്റി മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക. പല ആൾക്കാരും പലതും പറയും. പലരും നിങ്ങളിപ്പോ കളക്ടറെ, പോലീസ് എന്നൊക്കെ വിളിച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും പഠിക്കാൻ തുടങ്ങുമ്പോൾ. ജസ്റ്റ് ലീവ് ഇറ്റ്. നിങ്ങൾ നിങ്ങളുടെ സേഫ് സോണിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക. പ്രിലിംസ് കിട്ടാൻ കിട്ടാതിരിക്കാം, മീൻസ് കിട്ടാൻ കിട്ടാതിരിക്കാം, ഇന്റർവ്യൂ വരെ പോയി കിട്ടാൻ കിട്ടാതിരിക്കാം. ഇതെല്ലാം ഓരോ സ്റ്റേജസ് ലൈഫിൽ അത്രമാത്രം മനസ്സിലാക്കുക. ഗോ ബിയോണ്ട് ദാറ്റ്. ഓക്കെ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതിനു മുന്നിലേക്ക് പോവാൻ നിങ്ങൾ നോക്കുക. അല്ലാതെ ഇതിലൊന്നും സ്റ്റിക്ക് ചെയ്ത് നിൽക്കരുത്. ഓക്കെ ആണോ? പ്രശ്നമില്ലല്ലോ.